യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ജീവിതയാത്രയിൽ നാം കണ്ടുമുട്ടിയ അനേകം വ്യക്തികളുണ്ടാകാം. എന്നാൽ അവരിൽ ചിലരെ, പ്രത്യേകിച്ച് ചില ദമ്പതിമാരെ നാം ഒരിക്കലും മറക്കില്ല. എല്ലാ കാര്യങ്ങളിലും വ്യക്തമായി അഭിപ്രായമുള്ള, തീരുമാനങ്ങൾ ഒരുമിച്ചെടുക്കുന്ന, തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന കപ്പിൾസ്. അവർ എപ്പോഴും എല്ലാവർക്കും ഒരു മാതൃകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കുടുംബത്തെ നമുക്ക് കാണാനായി കഴിയും. പൗലോസ് കൊരിന്തിൽ ചെന്നപ്പോൾ കണ്ടുമുട്ടിയവരാണ് അക്വിലാസും പ്രിസ്കില്ലയും. ഏഷ്യ മൈനറിന്റെ വടക്കുള്ള പൊന്തോസുകാരനാണ് അക്വിലാസ്. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. AD 41-54 കാലഘട്ടങ്ങളിൽ ക്ലൗദിയസ് ചക്രവർത്തി എല്ലാ യഹൂദന്മാരെയും റോമിൽ നിന്ന് നാട് കടത്തി. അവിടെ നിന്നും ഈ കുടുംബം കൊരിന്തിലേക്ക് എത്തിച്ചേർന്നു. അവരുടെ പണി കൂടാരപ്പണിയായിരുന്നു. ഇടയന്മാർക്കും യാത്രക്കാർക്കും വേണ്ടിയുള്ള കൂടാരങ്ങൾ നിർമ്മിക്കുന്നവരായിരുന്നു ഇവർ. കൊരിന്ത് ഒരു വ്യാപാര പട്ടണമാകയാൽ അനേകർ ദിവസേന അവിടെ എത്തുമായിരുന്നു. കൂടാരപ്പണി ഒരു ഉയർന്ന ജോലി ആയിരുന്നില്ല. പൗലോസ് ഇവരെ കണ്ടുമുട്ടി. പൗലോസും കൂടാരപ്പണിക്കാരനായതിനാൽ അദ്ദേഹവും ഇവരോടൊപ്പം കൂടി. കൈകൊണ്ട് അധ്വാനിക്കുന്ന ഒരു ശീലം പൗലോസിന് ഉണ്ടായിരുന്നു. പൗലോസിനെ കണ്ടുമുട്ടിയ സമയം അക്വിലാവും പ്രിസ്കില്ലയും ക്രിസ്ത്യാനികളായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ ലേഖകനായ ലൂക്കോസ് യഹൂദനെന്നല്ല, യഹൂദ ക്രിസ്ത്യാനി എന്ന് തന്നെ എഴുതിയേനെ. അവർ അക്വിലായും പ്രിസ്കില്ലയും പൗലോസും ഒരുമിച്ച് കൂടാരപ്പണി ചെയ്തു. ഇവരെ പറ്റി പഠിക്കുമ്പോൾ ഇവർ മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തരായിരുന്നു എന്ന് കാണാം. ബൈബിളിൽ ഇവരുടെ പേരുകൾ എപ്പോഴും ഒരുമിച്ച് കാണപ്പെടുന്നു. ഏകദേശം 6 പ്രാവശ്യം പൗലോസ് തന്റെ ലേഖനങ്ങളിൽ ഇവരെ പറ്റി ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് ഒരുമിച്ച് സഹിക്കേണ്ടതായ സാഹചര്യങ്ങളായിരുന്നു വന്നത്. റോമ നഗരം വിട്ടു പോകാൻ കൽപ്പന വന്നപ്പോൾ അവർ ഒരുമിച്ച് കൊരിന്തിലേക്ക് താമസം മാറ്റി. അവർ തങ്ങളുടെ തൊഴിലിലും ഒരുമിച്ചായിരുന്നു. ഭർത്താവിനെ സഹായിക്കുന്ന ഒരു ഭാര്യ, ഒരുമിച്ചുള്ള വേല സന്തോഷത്തോടെ അവർ ചെയ്തു. ഏകദേശം 15-16 വർഷങ്ങൾ അവർ ഒരുമിച്ച് പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തും കൂട്ടുവേലക്കാരനും കൂട്ടു ശുശ്രൂഷക്കാരനുമൊക്കെയായിട്ട് അവരിരുവരും പൗലോസിനോട് കൂടെയിരുന്നു. അവരിരുവരും പൗലോസിനോടൊപ്പം യാത്ര ചെയ്ത ദമ്പതിമാരാണ്. സിറിയയിലേക്കും എഫെസോസിലേക്കും അവർ മൂവരുമായി ഒരുമിച്ച് യാത്ര ചെയ്തു. തങ്ങൾ എഫെസോസിലായിരുന്നപ്പോൾ അപ്പൊല്ലോസ് എന്ന വ്യക്തിയെ പരിചയപ്പെട്ടു. സിനഗോഗിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഇവർ കേട്ടു. പൂർണ്ണമായ സത്യം അപ്പൊല്ലോസിന് അറിയില്ല എന്നത് ഈ ദമ്പതിമാർക്ക് അന്ന് മനസ്സിലായി. അദ്ദേഹത്തെ അന്ന് മാറ്റി നിർത്തി ചില കാര്യങ്ങൾ അദ്ദേഹവുമായി പങ്കുവച്ചു. അപ്പൊല്ലോസ് അവരുടെ വാക്കുകൾ സ്വീകരിച്ചു. ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അപ്പൊല്ലോസ് പഠിച്ചത് അക്വിലാവിൽ നിന്നും പ്രിസ്കില്ലയിൽ നിന്നുമാണ്. അവരൊരുമിച്ച് വചനം പഠിച്ചു എന്നതിന് വചനം എഴുതിയിട്ടില്ല. എന്നാൽ പൗലോസ് കൊരിന്തിലായിരുന്നപ്പോൾ, ഒരുമിച്ച് കൂടാരപ്പണി ചെയ്തപ്പോൾ, ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചപ്പോൾ ഒരു പഠനശാലയായി ആ ഭവനം മാറിക്കാണും എന്നതിൽ തർക്കമില്ല. 1.5 വർഷം പൗലോസിന്റെ ബൈബിൾ ക്ലാസ്സിൽ അവർക്കിരുവർക്കും പഠിക്കുവാൻ ഭാഗ്യം കിട്ടി. അതുകൊണ്ട് തന്നെയാണ് അപ്പോലോസിനെ പോലെ ഉള്ള ആളുകൾക്ക് സ്പഷ്ടമായി ആധികാരികമായി ചിലത് പഠിപ്പിക്കുവാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞത്. വചനം നന്നായി പഠിക്കുന്നവർക്ക് മാത്രമേ മറ്റൊരാളെ പഠിപ്പിക്കാനായി കഴിയൂ. പിന്നീട് റോമാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായവരാണ് ഇവർ എന്ന്. സന്ദർഭം എന്താണെന്ന് പൗലോസ് പറയുന്നില്ല. എന്നിരുന്നാലും എന്റെ പ്രാണന് വേണ്ടി കഴുത്തു വെച്ചു കൊടുത്തവർ എന്നാണ് പൗലോസ് അവരെ പറ്റി എഴുതിയത്. അടുത്തതായി അവർ തങ്ങളുടെ വീട് സഭായോഗങ്ങൾ നടത്തുന്നതിന് ഉപയോഗിച്ചു. എഫേസോസിലെ വീട്ടിൽ ഒരു സഭ ഉണ്ടായിരുന്നുവെന്ന് 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. റോമിൽ അവർ തിരിച്ചെത്തിയപ്പോൾ അവിടെയും അവർ ഭവനത്തിൽ സഭാ കൂടിവരവ് നടത്തി. ക്രിസ്തു കേന്ദ്രീകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ അവർക്ക് സാധിച്ചു. ഒരുമിച്ച് നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് സാധിച്ചു. ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. എന്നാൽ ക്രിസ്തുവുമായി ഒരുമിച്ച് ഒരു മുപ്പിരിച്ചരടിന്റെ ബന്ധം സൂക്ഷിപ്പാൻ ആ ദമ്പതിമാർക്ക് കഴിഞ്ഞു. ഇന്ന് അനേക ദമ്പതിമാർ നമുക്ക് ചുറ്റുമുണ്ട്.
നമ്മളും ആ കൂട്ടത്തിൽ പെടുന്നു. എന്നാൽ ഇതുപോലെ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യാൻ, ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാൻ നാം തയ്യാറാണോ? നമുക്ക് ഏവർക്കും അസൂയ ഉളവാക്കുന്ന ഒരു ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിക്കുന്ന ഈ ദമ്പതിമാരെ പോലെ നമുക്കും ആയിത്തീരാം. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ഭവനങ്ങളിൽ വളർന്നു വന്നവരാണ്. എങ്കിലും അവർ ഒരുമിച്ച് നിന്ന് ഒത്തുചേർന്ന് ദൈവവേല ചെയ്തു. അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായത്തിൽ ഒരു ദമ്പതിമാരെ നമുക്ക് കാണാം, അനന്യാസും സഫീറയും. തുടക്കം അവരുടേത് നല്ലതായിരുന്നു. ദൈവവേലയ്ക്ക് കൊടുക്കാൻ മാത്രം ആഗ്രഹമുണ്ടായിട്ട് നിലം വിറ്റു. എന്നാൽ പരിശുദ്ധാത്മാവിനോട് അവർ വ്യാജം കാണിച്ചു. രണ്ടുപേരും അന്ന് തന്നെ മരിച്ചു വീഴുകയും ചെയ്തു. എത്ര ദാരുണമായ അന്ത്യം! എന്നാൽ അക്വിലാസും പ്രിസ്കില്ലയും തങ്ങളെ ദൈവം ഭരമേൽപ്പിച്ച വേല വിശ്വസ്തയോടുകൂടെയാണ് ചെയ്തത്. ഇവരെ പോലെയുള്ള കുടുംബങ്ങൾ ഇനിയും എഴുന്നേക്കട്ടെ. ഇക്കാലത്ത് ദൈവ ശുശ്രൂഷ ഒരുമിച്ച് ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. അതിനായി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദമ്പതിമാർ നമുക്കിടയിൽ നിന്ന് തന്നെ, നമ്മുടെ തലമുറയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.